കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പാവം ആകെപ്പാടെയുള്ളൊരാങ്ങള, അതിനും മട്ടായി. പാവം സീത. പ്രിയമുള്ളവരെ, കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ വഴുതി പോകുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല. കാരണം അവർ വാർത്തെടുക്കുന്നതിൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു അച്ചടക്കം ചെറുപ്പം മുതലേ അവർക്ക് കൊടുത്താൽ മാത്രമാണ് അവർക്ക് നല്ല പൗരന്മാരായി ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ സാധിക്കൂ. കാരണം സ്വപ്നങ്ങളുടെ വലിയ കൂമ്പാരമാണ് കുട്ടികൾക്കുള്ളത്. അവർ ഏത് വഴിക്ക് പോകണമെന്ന് അവർക്ക് പോലും തിരിച്ചറിയാത്തൊരു പ്രായത്തിൽ ചേട്ടാ ഒന്നിരിക്കൂ പുറകിൽ നിൽക്കണവര് കാണണ്ടേ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പച്ചപ്പനഞ്ചിലി തത്തേ നിന്റെ ചിത്തത്തിലാറാണ് പെണ്ണെ, പച്ചക്കുരുത്തോല തൊങ്ങലു നൽകിയ മച്ചുനാരാണ് പെണ്ണെ, എൻ്റെ മച്ചുനാരാണ് പെണ്ണെ നിന്റെ. പുള്ളിയെ എന്താ അല്ല, നീ ഇവിടെ ഒന്ന് കുത്തിയിരിക്കാന്നോ? നീ എന്താ അവിടെ? ഞാൻ പുല്ലൊക്കെ പറിക്കാച്ചാ. ഞാൻ അതോടെ പുല്ല് പറിക്കുന്നത്. അതിനേക്കാൾ ഇച്ചിരി തടവൊക്കെ എടുത്ത് ചാനാത്തോട്ടിൽ പറിച്ചിട്ടുണ്ട്. അത് പറിച്ചടാ. പറമ്പിൽ മുഴുവനേ അതിന് വളമാവത്തില്ലയോ? പറമ്പിൽ മുഴുവൻ പുല്ല് ഇങ്ങനെ മുളക്കുക. അച്ഛൻ എന്താ വന്നേ? നീ വന്നേ, ഇങ്ങോട്ട് വേടാ. എന്താ അച്ഛാ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? പങ്കിയേ നിന്റെ അമ്മാവന, അയാളോട് വലിയ അടുപ്പവും സംസാരവും ഒന്നും വേണ്ട. എന്ത് പറ്റി? അതിന് കാര്യമുണ്ടെന്ന്. എന്താന്ന്? എടാ, അയാൾ എന്തോ സംസാരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം സംസാരിക്കുന്നതല്ല പിന്നെ സംസാരിക്കുന്നത്, പിന്നെ സംസാരിക്കുന്നതല്ല ഇപ്പം സംസാരിക്കുന്നത്. എന്താ പറ്റിയേ? അതിപ്പം നിന്നോട് പറയാൻ പറ്റത്തില്ല. എന്താ എന്നോട് പറഞ്ഞാല്? അതെന്താന്ന് വെച്ചാൽ നിന്നോട് പറഞ്ഞാൽ നീ നാട് മൊത്തം നടന്ന ആളുകളുടെ ചെവി പറഞ്ഞിട്ട് വഷളാക്കത്തില്ലയോ? അച്ഛൻ എന്താ അമ്മാവനും പറ്റുന്ന പറയാ, ഞാൻ ആരോടും പറയില്ല. ഇവിടെ നീ എന്തുവാ അച്ഛൻ പറഞ്ഞേ? നിന്നോട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അച്ഛൻ അനന്തേട്ടനോട് പറഞ്ഞാ? അനന്തനോട് പറഞ്ഞില്ല, അനന്തൻ എന്നോട് പറഞ്ഞു. അനന്തേട്ടൻ അച്ഛനോട് പറഞ്ഞാ? എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത് നിന്നോട് ഇപ്പൊ പറയാൻ പറ്റുമോ? അച്ഛനിപ്പോ എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറയാനാണോ ഇങ്ങോട്ട് വന്നേ? അമ്മാവനതാ പോണേ. ഞാൻ ചോദിക്കാം, അമ്മാവാ വിളിക്കല്ലേ? വിളിക്കാന്ന്. അതിന് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താടാ അമ്മാവരുണ്ട്? കടലിന്നകളിൽ തീർച്ചയായും മനുഷ്യൻ എന്താ രണ്ടാളും കൂടി പറമ്പിലിരുന്നേ? ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞില്ലേ? ഇല്ല. അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? അച്ഛൻ പറയാണേ ജാതി മൂത്തില്ലെന്ന്. ജാതി മതൊന്നും പറയാൻ പറ്റിയ കാലം അത്. ഇതിനൊക്കെ പറയണേ? ഏത് ജാതി? ഏത് ജാതിയാണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മാവ പറമ്പില് ജാതിക്ക മൂത്തില്ലെന്ന് പറഞ്ഞ. അത് ശരി, ജാതിക്ക. പങ്കി, നിനക്ക് എന്തെങ്കിലും വയ്യാഴി കൊണ്ടേ പോയി കിടക്ക്. എനിക്കെന്ത് വയ്യായിക? അല്ല, അമ്മാവനൊന്ന് ഉറങ്ങി എണീറ്റ ഒക്കെ ശരിയാവും ചിലപ്പോ. എന്ത് ശരിയാവുന്നത്? എന്താന്ന് എന്നോട് പറഞ്ഞില്ല. ഉറങ്ങി എണീറ്റാ ശരിയാവുമായിരിക്കും. ഞാനും കൂടി ചെല്ലട്ടെ. കൂടുതൽ എടുക്കണ്ട, ഞാനും കൂടി ചെല്ലട്ടെ കേട്ടോ. എന്താണ്? എന്താ അച്ഛൻ പറയണേ? അമ്മാവനെന്താ? എനിക്കെന്ത്? അപ്പൊ അച്ഛനൊന്നുമില്ല. അമ്മാവൻ ചെല്ല്, ഞാൻ പുല്ല് ഇറക്കിയ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്നാ പുല്ല് പറിച്ചോ. ഞാൻ അവിടെ നിൽക്കണോ? വേണ്ട, ജാതി മുത്തില്ലല്ലോ, അപ്പൊ പുല്ല് പറിക്കാം. മമ്മക്കോ? എന്നായിക്കോട്ടെ.
എടോ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഒപ്പിട്ടാൽ പോരാ, സൂപ്രണ്ട് വന്ന് ഒപ്പിടണം. സൂപ്രണ്ട് 2 ദിവസമായിട്ട് ലീവാണ്. ഇതല്ലേ ഞാൻ തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ, സൂപ്രണ്ട് വരട്ടെ, എൻ്റെ മേശപ്പുറത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് ഒപ്പിടിക്കാം കേട്ടാ. ശരി. പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താ പങ്കിയമാ? ഒന്നുമില്ല അനന്താ. ഓ, ഈ കാഷ്നട്ട് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് അത് ഈ കൊല്ലം അണ്ടിപ്പരിപ്പ് ഉണ്ട്, നല്ല ഇനം. നല്ല ഇനുണ്ട്. അത് 1 കിലോ. പിന്നെ ബദാം പരിപ്പ്. ബദാമോ? ബദാം നട്ട്സിൽ ഉള്ളത്, അത് 1 കിലോ. പിന്നെ പിസ്ത. പിസ്തയും 1 കിലോ. പിന്നെ നല്ല ഇനം ഈത്തപ്പഴം നോക്കിയിട്ട് അതും 1 കിലോ വാങ്ങിക്കാം. എന്തിനത്? അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അത് നീ മേടിക്കണം. പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ മേടിച്ചു തരണം. പിസ്തയ്ക്കും ബദാമിനൊക്കെ എന്താ വില എന്നറിയാവോ? വില ഉണ്ട്. വില ഉണ്ട് എന്ന് പറഞ്ഞാൽ വില ഇല്ലാത്ത കൊടുക്കുക പാർട്ടി സെക്രട്ടറിക്ക്. ഇതിപ്പോ പങ്കിയാമയ്ക്കാണെങ്കിൽ ഓക്കെ, ഇത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് കൊണ്ടു കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതെ. നിന്റെ കയ്യിൽ പൈസ ഇല്ല അല്ലേ? എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ? അത് കൊള്ളാലോ. നിനക്കപ്പോൾ അത് മേടിച്ചു തരാൻ പറ്റില്ല. എനിക്കത് മേടിച്ചു തരാൻ പറ്റില്ല. അത് തന്നെ. നീ മേടിച്ചാലുണ്ട്. അതിനുള്ള വഴി എന്താണ് നീ ഞാൻ നോക്കാം. എന്ത് വഴി നോക്കണ? ഒരു വഴിയില്ല, നീ മേടിച്ചാലുണ്ട. വേറെ വല്ല വഴി നോക്കാം. കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചമനോമനക്കുഞ്ചുവാണേ. നിങ്ങൾ കളിക്കല്ലേട്ടാ. എല്ലാരെയും വഞ്ചിച്ചു നടന്നു കുഞ്ചുന്റെ കള്ളത്തരം എപ്പോഴും കുഞ്ചു. ആയിക്കോട്ടെ. കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ്. പാടിക്കോ. പാടും. പാടിയിട്ടാണ് ശരിയാവട്ടെ. ഇത് മേടിച്ചിരുന്നില്ലല്ലോ. ആയിക്കോട്ടെ, എന്നാ ശരി. കുഞ്ചു അമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചു മക്കളാണേ. എന്താ പറഞ്ഞോ? അല്ല, നിങ്ങൾ മറ്റേ അണ്ടിപ്പരിപ്പ്, ബദാം, ഈത്തപ്പഴം ഒക്കെ പറഞ്ഞില്ലേ? അതെന്തൊക്കെയാ വാങ്ങിച്ചു തന്നാ? അതൊക്കെ വലിയ വില വരൂടാ, ഒന്നും വേണ്ട. അല്ല, അത് നോക്കണ്ടേ. ഏതായാലും ഇപ്പൊ നിങ്ങൾ ഏറ്റവും പോയതല്ലേ. അതെ, പിന്നെ ഒരു അത്യാവശ്യത്തിനല്ലേ. എന്നാ ശരി. പിന്നെ നാളെ അല്ലെങ്കിൽ വേണ്ട, അത് നാളെ പറയാം. എല്ലാം കൂടി നിനക്ക് താങ്ങില്ല. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, ഈത്തപ്പഴം ₹4000 പോയി. ഇനി നാളെ എന്തായിട്ട് വരുമെന്തോ. ഇയാൾ എന്നെ കൊണ്ടേ പോകൂ. നജീബിക്ക, എന്താ ഇവിടെ? അതെ, ഇന്നലത്തെ കാറ്റും മഴയിലും കേബിളൊക്കെ കുറച്ച് കംപ്ലൈന്റ് ആയി. അപ്പൊ ഇത്തിരി മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടേ. അപ്പൊ മനോഹരനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിൽക്കായിരുന്നു ഇവിടെ. എന്തായടാ ഷൈനയുടെ മാറ്ററൊക്കെ സോൾവ് ആയാ? അത് തുടക്കത്തിൽ ഇത്തിരി ചീറാപ്പ ഉണ്ടായി 2 വീട്ടിലും. ഇപ്പൊ ഒന്ന് സെറ്റായി വന്നി. പാപ്പിച്ചി അല്ല മജീദൊക്കെ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടാങ്ങടെ വീട്ടിലേക്ക്. ശരിയാ നജീബിക്ക, കടയിലേക്കാണല്ലേ? അതെ, കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് വേണ്ടി വളം കൊണ്ടുപോയിട്ടുണ്ടായില്ല, അത് അളവ് ശരിയായ? വളേ അമ്മക്ക ആനന്ദം വന്ന് മേടിച്ചോണ്ട് പോയ വള. അത് എനിക്ക് അളവൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞിങ്ങനെ അളവ് പറഞ്ഞപ്പോൾ ഞാനൊരു ഉദ്ദേശ അളവിൽ അങ്ങോട്ട് കൊടുത്തതാ. ശരിയായില്ല. അനന്തേട്ടൻ വന്ന് അമ്മക്ക് വളം മേടിച്ചാ? അത് ഞാൻ അറിഞ്ഞില്ല. അത് കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ കടയിൽ കൊണ്ടുവന്നാൽ മതി. എന്ത് കുഴപ്പമുണ്ടാകാനാ? എത്ര കാലമായി ജ്വല്ലറി നടത്തണം. ശരി എന്നാ. ഓക്കെ, ശരി. അനന്തേട്ടൻ പൈസ ചിലവാക്കി അമ്മക്ക് വളം മേടിച്ചു കൊടുക്കേ. എന്തോ പരിപാടി ഉണ്ടല്ലോ അതില്. ഒരു ദിവസം എത്ര
പ്രാവശ്യം അടിച്ചു വരണ ഈ വീട്. എന്നാ പൊടി കണ്ട ആരെങ്കിലും ഒന്നെടുത്ത് വൃത്തിയാക്കുക, അതില്ല. എല്ലായിടത്തും ഒക്കെ എൻ്റെ കൈ എത്തണം. ഇവനെന്താ ഈ നേരത്ത്? കേബിൾ ഓഫീസിൽ പണിയൊന്നുമില്ലേ? പെണ്ണ് വന്നതിന് ശേഷം ഏതുനേരം വീട്ടിൽ തന്നെയാണല്ലോ. അമ്മ അടിച്ചു വരാണല്ലേ? അല്ല, തുണി തിരുമ്പാണ്. ഗംഭീര തമാശ. അച്ഛൻ്റെ സ്ക്രിപ്റ്റ് വല്ലതും എടുത്ത് വായിച്ചാ? പോടാ അവിടുന്ന്. നമ്മൾ അറിഞ്ഞിട്ടാ. എന്ത്? ഓ എന്തൊരു ഗൗരവം. അല്ല എന്താടാ? ഗിഫ്റ്റൊക്കെ കിട്ടിയല്ലേ? എന്ത് ഗിഫ്റ്റ്? സ്വർണത്തിന്റെ. സ്വർണത്തിന്റെ? ഓ എനിക്കൊന്നും തരണേ, ഞാൻ പണയമ്മക്കാരൊന്നും ചോദിക്കൂല. അങ്ങോട്ട് പറഞ്ഞോ. അതിപ്പോ ചോദിച്ചാലും തരില്ല. പക്ഷെ നീ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. കൈ ഒന്ന് കാട്ടി. അതെന്താ നീ കൈനോട്ടം തുടങ്ങിയ? കാട്ടമ്മ എന്തിയത്? എന്ത്? എന്താടാ? ആ പുതിയ വള. പുതിയ വളേ? കളി കളാമ്മ. അനന്തരൻ നമുക്കൊരു സ്വർണ്ണവള മേടിച്ചു തന്നില്ലേ? അനന്തനാ? ആ അനന്തൻ. സ്വർണ്ണവള എന്തിയേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? തന്നില്ലേ? ഇല്ലടാ. എന്താണ്? അല്ല സത്യമാണാ, അനന്തരൻ തന്നില്ല. എടാ അനന്ത എനിക്ക് വള വാങ്ങിയെന്ന് നിന്നോട് ആരാ പറഞ്ഞു? എന്നോടാരും പറഞ്ഞതല്ല. എന്നാ ചിലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കുള്ളൂ. അമ്പിളിയെ സത്യം പറഞ്ഞോ? എന്താ കാര്യം? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓഫീസിലിരുന്നപ്പോ ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഒരു സ്വപ്നം കണ്ട അനന്തേട്ടൻ അമ്മക്കൊരു വള ഉണ്ടെന്ന് തരണ പോലെ. അപ്പൊ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ആ അത് പറ. ഞാനും വിചാരിച്ച് അനന്തം വള വാങ്ങി തരുന്നു. എടാ സ്വപ്നങ്ങൾ ഫലിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്വപ്നം ഉണ്ടല്ലോ, ഈ ജന്മത്ത് ഫലിക്കില്ല. അനന്തനെ അതാണ് ഉച്ചക്ക് കണ്ടോണ്ടായിരിക്കും അമ്മ അത്. ആ ചെലപ്പോ ആയിരിക്കും. വെളുപ്പിന് ഉണ്ടെങ്കിൽ കിട്ടിയാനേ വള. പോളവിടുന്ന് ചെക്കൻ്റെ ഒരു കാര്യം. അപ്പൊ അമ്മക്ക് വള കിട്ടിയിട്ടില്ല. നജീബിക്ക് എന്നോട് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തോ ചീഞ്ഞു നാറണുണ്ട്. ഇതപ്പോ വന്നു? ആ ഞാൻ കുറച്ചു നേരമായി. എന്നിട്ട് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? അതെ നമ്മുടെ അനന്തേട്ടനും കുമാരിയും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് നീ ഒരു സംശയം പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അതിനെന്നെ വഴക്കും പറഞ്ഞില്ലേ? പക്ഷെ അതിലെന്തോ കാര്യമുണ്ട്. തോന്നിയില്ല അങ്ങനെ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. അപ്പൊ ഇക്ക സമ്മതിച്ചില്ലല്ലോ. നീ അത്ര ആർഭാടമാക്കാൻ നിൽക്കണ്ട. നീ അവരെ രഹസ്യമായിട്ടൊന്ന് വീക്ഷിക്കണം കേട്ടാ. അത് അല്ല ഇപ്പൊ എന്താ പ്രശ്നം? അതെ നമ്മുടെ ജ്വല്ലറി നടത്തുന്ന നജീബിക്കണ്ടല്ല, പുള്ളി എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞ് അനന്തേട്ടൻ അവിടെ നിന്ന് അമ്മക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണവള മേടിച്ചെന്ന് പറഞ്ഞു. സ്വർണ്ണവളയോ? ആ പക്ഷെ അമ്മയുടെ കയ്യിൽ അതില്ല. ഞാനിപ്പോ ചോദിച്ചപ്പോ അമ്മക്ക് അത് കിട്ടിയിട്ടില്ല. എന്നിട്ട് ആ വള എവിടെ? അത് കുമാരിക്ക് കൊടുത്തിട്ടുണ്ടാവും. കുമാരിച്ചോ? ആ നീ ഒന്ന് നോക്ക്. ഈ പുതിയ വള വല്ലതും കൈ കിടപ്പണ്ടെന്ന് നോക്ക്. അവരുടെ നീക്കങ്ങളും ഒന്ന് നിരീക്ഷിക്കും. ചിലപ്പോ സത്യം ഉണ്ടെങ്കിൽ അതില്. അത് ഞാൻ നിരീക്ഷിക്കാം. അത് മതി. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നേ. പിന്നെ ആനന്ദേട്ടൻ കുമാരിയച്ചക്ക് വള വാങ്ങിക്കൊടുത്തല്ലോ. അങ്ങനെയാണ് കാര്യങ്ങള്. കണ്ട ഇക്ക എന്നെ പ്രേമിച്ചപ്പോ എനിക്കെന്ത് വാങ്ങിച്ചേ? അതിനുള്ള സമയം നീ എനിക്ക് തന്നാ. പേരെന്താന്ന് ചോദിച്ചപ്പോ തന്നെ ബാഗ് കൊടുത്ത് ചാടി പോകുന്നില്ലേ? നീ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. വള മേടിക്കാൻ നടക്കണം. എനിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ കൂട്ടുകാരൻ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല, കേറ്റി തരും ഞാൻ. എന്താച്ചാ ഇത് മനോഹരനോട് പറഞ്ഞാണ്. എന്തേ മനോഹരനോടോ? മനോഹരനാണോ നീ പറഞ്ഞത്? എന്താച്ചാ? അല്ല പിന്നെ എടാ ഞാൻ നിന്നെ എവിടെയല്ല അന്വേഷിച്ചത്. ഞാനിവിടെ നിപ്പണ്ടല്ലേ, എന്നൊരു ഫോൺ ചെയ്യായിരുന്നു. ഉണ്ടായിരുന്നോ? നീ പങ്കിയെ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. എന്നാ ശ്രദ്ധിക്കണം. എന്താ കാര്യം? ഈ അടുത്ത ദിവസമായിട്ടേ അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വളരെ വ്യത്യാസമായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ സംസാരിക്കുന്നത് പോലും പരസ്പര വിരുദ്ധമായിട്ടാ. അച്ഛൻ എന്താ പറഞ്ഞു പറഞ്ഞത്? അവന് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആണോ? ഈ അടുത്ത കാലത്ത് വല്ല അച്ഛൻ്റെ സ്ക്രിപ്റ്റോ നോവൽ എന്തെങ്കിലും എടുത്ത് വായിച്ചാ?
ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞേ. അല്ല, ഞാൻ വായിച്ചു എഴുതിയില്ലെന്ന്. അല്ല, അച്ഛനല്ലാതെ പങ്കിയമ്മാവന് ഇങ്ങനെ വല്ല സംശയം വേറെ ആർക്കെങ്കിലും തോന്നിയാ? തോന്നി. ആർക്ക്? ആദ്യം തോന്നിയതും അവന് വട്ടാണെന്ന് പറഞ്ഞതും അനന്തനാണ്. ആണോ? ആ, അന്നതിലെന്തേലും കാര്യം ഉണ്ടാവും. ഉണ്ട്. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലാ? കാണിക്കണം, അത്യാവശ്യമായിട്ട് കാണിക്കണം. പങ്കിയമ്മാവൻ ഒരു ഭ്രാന്തനാക്കാൻ നമുക്ക് പറ്റില്ല അച്ഛാ. എത്രയും പെട്ടെന്ന് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. നമുക്ക് കൊണ്ടുപോകാം, വെച്ചോണ്ടിരിക്കുന്നത് എവിടെ വേണേലും കൊണ്ടുപോകാം. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. എന്താണ് അച്ഛനും മോനും കൂടെ ഒരു കുശുകുശുപ്പ്? ആ അമ്മ പങ്കിയമ്മാവന്റെ കാര്യം പറഞ്ഞില്ലേ? ആടാ, അച്ഛൻ പറഞ്ഞു, പിന്നെ ഞാൻ കാണുകയും ചെയ്തേ. ആ അച്ഛനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറയണായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. സൈക്കാട്രിസ്റ്റിനൊന്നും കാണിക്കണ്ട. പിന്നെ അത് വല്ല ബാധയും കൂടിയതായിരിക്കും. നമുക്ക് മന്ത്രവാദിനെ വിളിച്ചൊഴിപ്പിക്കാം. അമ്മക്ക് എന്താണ് പ്രാന്താണ്? നിനക്ക് എന്താ അറിയാ? ബലരാമേട്ടന് ഓർമ്മയില്ലേ എൻ്റെ ഒരു അമ്മാവന് ഇതുപോലെ വയ്യാണ്ടായിട്ട് നമ്മൾ മന്ത്രവാദിനെ വിളിച്ചതൊക്കെ? അത് ഈ കാലഘട്ടത്തിൽ പറ്റില്ല. ഒന്നാമത്തെ നിങ്ങളുടെ കുടുംബത്തെ എല്ലാവർക്കും ഇച്ചിരിച്ചുണ്ട്. ഇത് ഇത്തിരി പിരിമുറുകിയതായിരിക്കുള്ളൂ. ഡോക്ടറെ കാണിച്ചാൽ മതി അച്ഛാ. ഇവിടെ ഡോക്ടറൊക്കെ വന്ന നാട്ടുകാരൊക്കെ അറിയുന്നു. ഡോക്ടർ ഇങ്ങാടല്ല വരണ, എവിടെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കണ്ടാ പോരെ? ആ ഡോക്ടറെ കാണിച്ചെന്നൊക്കെ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇത് നോക്ക്, മന്ത്രവാദിയാണെങ്കിലേ ആരെങ്കിലും ചോദിച്ചാൽ ഇവിടെ പൂജ നടക്കുക എന്ന് പറയാം. അച്ഛന് വേറെ പണിയൊന്നുമില്ല. അനന്തേട്ടനൊക്കെ അറിഞ്ഞ് ഇത് സമ്മതിക്കൂല കേട്ടാ. പണ്ട് കാലത്താണ് മന്ത്രവും പൂജയൊക്കെ. ഇപ്പൊ പോലീസ് പിടിക്കും അറിഞ്ഞ. ബലരാമേട്ടാ, അത് മതി പോരെ? മതിന്ന് പറഞ്ഞോ? അതല്ല ഇവിടെ ശീലം. അത് മതി ചെയ്തേ. അന്ന വാ. ചെല്ലി രാമ, ചെല്ലി. ചെയ്യണത് നമ്മുടെ കൂടെ നിന്ന് കൊടുത്തില്ല, അതും പണിയാവും. എന്തേലും ഒരു നമ്പർ പറയണമല്ലോ. ഇതിപ്പോ പണി ഇരട്ടിയായി. അല്ല പോട്ടാ, എന്തിങ്ങനെ പുല്ല് ചെറുതായിട്ട് വെട്ടി വെട്ടി കളയണത്? അതെ, പുല്ലിങ്ങനെ ചെറുതായിട്ട് എറിഞ്ഞാലേ പശുവിന് പെട്ടെന്ന് ദഹനം ഉണ്ടാവും, കുറെ തിന്നുകയും ചെയ്യും. അത് ശരി. അപ്പൊ ഇത്രയും നാൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇത് ആര് പറഞ്ഞു? ഇത് നമ്മുടെ രാഘവേട്ടൻ സൊസൈറ്റിയിൽ വരാറില്ല. രാഘവേട്ടന് 7 വയസ്സുണ്ട്. രാഘവേട്ടനാ പറഞ്ഞേ പുല്ലിങ്ങനെ ചെറുതാക്കി കൊടുത്താലേ പശു നന്നായിട്ട് തിന്നുന്നു. വെട്ടണയൊക്കെ കൊള്ള. ഇത് പങ്കിയമ്മാവൻ കാണണ്ടാട്ടാ. അതിന് പങ്കിയമ്മാവനല്ലല്ലോ, ഇതിന്റെ നന്ദിനിക്ക് രമണിക്കല്ലേ. നന്ദിനിക്കും രമണിക്കുവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കാണിക്കണ പങ്കിയമ്മാവൻ വന്ന് വെറുതെ മെക്കിട്ട് കയറും. എന്തിന്? എന്തിന്? ഇത് തന്നെ പറയണ. നമ്മളെ എളുതരം ഉള്ളടത്ത് പുള്ളിക്ക് വാദം കോച്ചും. നമ്മൊന്ന് പാവത്തിനെ പോലെ നിന്നാ വെറുതെ മെക്കിട്ട് കയറും ഇല്ലേ? ഇപ്പൊ അപ്പോട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാ? അനന്തേട്ടന്റെ അടുത്താ എന്റെ അടുത്താ പങ്കിയമ്മാവൻ ദേഷ്യപ്പെടണ കണ്ടിട്ടുണ്ടാ? ഇല്ല. അപ്പൊ എന്റെ അടുത്ത് ദേഷ്യപ്പെടൂല? എന്റെ അടുത്ത് എപ്പോഴും ദേഷ്യപ്പെടും. അതാ പറഞ്ഞത്. പറഞ്ഞു തന്നെ ഇങ്ങോട്ട് വരട്ടെ. ഇനി പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പുള്ളിക്ക് ഏക്കൊന്നുമില്ല. എന്തെങ്കിലും നമ്പർ കാണിക്കണം നമ്മ. ഏത് നമ്പർ? പേടിപ്പിക്കണം പുള്ളിനെ. എന്ത് പറഞ്ഞിട്ട്? അത് എവിടെ അപ്പോന്റെ അടുത്ത് ഒരു അരിവാളുണ്ടായല്ലോ. അരിവാളെന്തിനാ? ഇതിങ്ങനെ എടുത്തട്ടെ. സത്യം ഇതുപോലെ വെളിച്ചപ്പാട് കാണിക്കണമല്ലോ, അങ്ങോട്ട് കാണിക്കണം. അപ്പൊ അമ്മാവൻ മേടിക്കോ? അമ്മാവനാ, പങ്കിയമ്മാവനല്ല പറങ്കിയമ്മാവൻ വരെ മേടിച്ചോടും. പിന്നെ ഇങ്ങനെ വെട്ടാൻ ചെല്ലണം, വെട്ടണ പോലെ കാണിക്കണം. കാണിച്ചു കാണിച്ചു. എന്താ തുള്ളിക്കോ. പിടിക്കണം, വെട്ടും എന്താ ഈ കാണിക്കണം? ഒന്ന് പിടിക്കണം, നാട് വെട്ടിക്കോ. അയ്യോ അപ്പുണ്യേ, എന്താ ഈ എന്തായി? 2-3 ദിവസമായി തുടങ്ങിയിട്ട് എന്തോ ഹാല് കയറി തുള്ളയാണ്. പങ്കജാസിനെയും ബലരാമനെയും കാച്ചി കളയുന്നു. അത് പങ്കിയമ്മാവനും അച്ഛനും. ഞാനോ?
എന്താ കാരണം? എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മനോട് പറഞ്ഞിങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഹാലിളകി തുള്ളണ്ടെന്ന്. എവിടേക്കാ പോയിക്കണേ? എനിക്കറിയാൻ പാടില്ല. അതേ അമ്മ പറയണേ നിങ്ങളുടെ വകയിൽ ഏതോ ഒരു അമ്മാവന് ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടാ. ഒരു അമ്മാവുണ്ട്. അപ്പൊ പുള്ളിയുടെ ബാധയാണ്. ഏതെങ്കിലും ഒരു മന്ത്രവാദീനെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ഒഴിപ്പിക്കണമെന്നാ പറയണ. അത് രാത്രി അമ്മാവന് ഉറങ്ങിക്കിടന്നാ വെട്ടിക്കൊല്ലും. ആ പാവത്തിന് മന്ത്രവാദിനെ കൊണ്ടുവരണം. അമ്മാവ് മുമ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്തു തരണം. അത് ചെയ്യാലോ, എന്താണ് ചെയ്യാലോ, നമ്മുടെ അപ്പണിക്ക് വേണ്ടിട്ടല്ലേ, എന്താണ് ചെയ്യാലോ. എന്നാ വാരുവാള് മേടിച്ചു കളയാ. അല്ല ഇപ്പൊ എവിടേക്കാ പോയിക്കണോക്കെ? ഞാനിപ്പേ അപ്പുണ്ണിയേ അപ്പുണ്ണിയേ